ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ച സിനിമയാണല്ലോ പ്രേമലു. 130 കോടിയോളമാണ് ഫിലിം കളക്ഷൻ നേടിയത്. ഒടുവിൽ തിയേറ്റർ റണ്ണിന് ശേഷം ഫിലിം OTTയിൽ റിലീസായപ്പോൾ കണ്ട മെജോറിറ്റി ആൾക്കാർക്കും ഒരു സംശയം, 130 കോടിയൊക്കെ നേടാൻ മാത്രം ഉള്ളതുണ്ടോ പ്രേമലുവിൽ? എന്നിട്ടും പടം എങ്ങനെ ഇത്ര ഹിറ്റായി? ഞങ്ങൾക്കും തോന്നി സെയിം സംശയം. സോ ഞങ്ങളും ആലോചിച്ച് നോക്കി, എങ്ങനെ ഹിറ്റായി ഈ പ്രേമലു? ആദ്യം തന്നെ എന്താണ് പ്രേമലുവിൻ്റെ കഥ? അന്യ സംസ്ഥാനത്ത് പോയി കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ വീട്ടിൽ അത്യാവശ്യം പ്രാരാബ്ദമൊക്കെയുള്ളൊരു പയ്യൻ, നമ്മുടെ ഹീറോ സച്ചിൻ. UK പോകണമെന്ന് ആഗ്രഹം. സാമ്പത്തിക പ്രശ്നം കാരണം അത് നടക്കാതെ വന്നപ്പോൾ ഫ്രണ്ട് അമൽ ഡേവിസിൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹൈദരാബാദിൽ ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്നു. അവിടെ വെച്ച് ഒരു കല്യാണ ഫംഗ്ഷൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളാണ് റീനു. പയ്യന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. സച്ചിൻ്റെ ലൈഫിൽ ഫ്യൂച്ചറിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും ഹീറോയിൻ റീനു അങ്ങനെയല്ല. അവൾക്ക് ലൈഫിനെ പറ്റിയും കരിയറിനെ പറ്റിയും അത്യാവശ്യം പ്ലാൻസൊക്കെ ഉണ്ട്. ലൈഫ് പാർട്ട്ണറെ പറ്റിയും അവൾക്ക് കൺസെപ്റ്റ്സ് ഉണ്ട്. അവളെക്കാളും പ്രായവും അറിവും പക്വതയും ഒക്കെ ഉള്ള ഒരാളാണ് റീനുവിന് വേണ്ടത്. അല്ലാതെ സച്ചിനെ പോലെ ലൈഫിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന ആളെയല്ല. എന്നിട്ടും അവസാനം റീനുവിന് സച്ചിന് ഇഷ്ടമാകുന്നു. എങ്ങനെ? അതൊരു മിസ്റ്ററിയാണ്. സച്ചിന് റീനുവിനെ ഇഷ്ടമാണെന്ന് അവൻ്റെ ഫ്രണ്ട്സിനറിയാം, അവളുടെ ഫ്രണ്ട്സിനറിയാം, എന്തിന് കാണുന്ന നമുക്ക് വരെ അറിയാം. പക്ഷെ റീനുവിന് മാത്രം ഒന്നും അറിയില്ല. സച്ചിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെയൊരു താല്പര്യം റീനുവിനെ അറിയിക്കുന്ന സീൻസൊന്നും നമ്മൾ കാണുന്നില്ല. ഫിലിമിൻ്റെ അവസാന ഭാഗത്തോട്ട് സച്ചിൻ റീനുവിനെ പ്രപ്പോസ് ചെയ്യുന്നത് ഒഴിച്ചാൽ. ചുരുക്കി പറഞ്ഞാൽ റീനുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ സച്ചിനും അമൽ ഡേവിസും ഒക്കെ ഒരുപോലെ തന്നെ. സച്ചിന് പകരം അമൽ ഡേവിസ് പ്രപ്പോസ് ചെയ്തിരുന്നതിലും ഫിലിമിൻ്റെ ഒരു ലോജിക്ക് വെച്ച് റീനു അവസാനം ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പോരാത്തിന് സച്ചിനാണെങ്കിൽ ഒരുമാതിരി ടോക്സിക് ബിഹേവിയറാണ് പിന്നീട് അങ്ങോട്ട്. റീനു കൃത്യമായി നോ പറഞ്ഞ ശേഷം അവളെന്തോ കൊടും പാതകം ചെയ്ത പോലെയാണ് ഇവൻ്റെ അവളോടുള്ള പെരുമാറ്റം. അവളെ കുറ്റപ്പെടുത്തുന്നു, അവോയ്ഡ് ചെയ്യുന്നു. എന്തിന്? ഒരു ഗേൾ നോ പറഞ്ഞാൽ അതിനെ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത ലോല ഹൃദയനായിപ്പോയി സച്ചിൻ. ചെക്കൻ്റെ ഇന്നസെൻറ്റ് ഫേസ് കൊണ്ടാണോ എന്തോ ആൾക്കാർ അത് കാണാതെ പോയി. പാവം പെണ്ണാണെങ്കിൽ അവസാനം അവൻ്റെ ഈ ഇമോഷണൽ ഡ്രാമയിൽ വീഴുകയും ചെയ്തു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തോന്നുന്നത് അവളുടെ കട്ട ഫ്രണ്ടായ കാർത്തിക റൂം വിട്ടു പോയപ്പോൾ റീനുവിന് മൊത്തത്തിലൊരു ഒറ്റപ്പെടലായി കാണും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നല്ല ഫ്രണ്ടിനെയായിരുന്നു അവൾക്ക് ആവശ്യം. അങ്ങനെ ഉണ്ടായിരുന്നതാവട്ടെ സച്ചിനും ആദ്യമാണ്. രണ്ടുപേരും അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. സച്ചിൻ അല്ലെങ്കിൽ ആദ്യം എന്ന് വരുമ്പോൾ ആരെയാവും സെലക്ട് ചെയ്യുക? വെൽ, യു നോ ദ ആൻസർ. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്നത് പേടിച്ചാവണം റീനു എടുപിടിയിൽ അത്ര ആലോചിക്കാതെ സച്ചിനോട് ഐ ലവ് യു പറഞ്ഞത്. പ്രായത്തിൻ്റെ എടുത്തുചാട്ടവും ഇമോഷണൽ മാനിപ്പുലേഷൻ കൊണ്ടുള്ള കൺഫ്യൂഷനും കൊണ്ട് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് എന്താകുമോ എന്തോ. എന്തായാലും പാർട്ട് 2 കാണാം. വി ആർ വെയിറ്റിംഗ്. അപ്പോൾ കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. കഥ വലിയൊരു സംഭവമല്ല. പിന്നെ ഫിലിം എങ്ങനെ ഇത്ര ഒരു വലിയ ഹിറ്റായി? ഇത് തന്നെ, കഥയിൽ ഒരു പുതുമയില്ല. ഒരുവിധപ്പെട്ട എല്ലാ ചെറുപ്പക്കാരുടെയും ലൈഫിൽ നടന്നതായിരിക്കും ഇത്തരം സംഭവങ്ങൾ. പലരും ലൈഫിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൂടിയാവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട ഭൂരിപക്ഷം ആൾക്കാർക്കും ഫിലിമിനോട് കണക്ട് ചെയ്യാൻ പറ്റി. കൂടാതെ ലീഡ് ആക്ടേഴ്സായി വന്ന നെസ്ലൻ്റെയും മമിതയുടെയും പരസ്പരമുള്ള കെമിസ്ട്രിയും അടിപൊളിയായി വർക്കൗട്ടായി. പിന്നെ പലരും പറയുന്നത് കേട്ടു പടം ഇടയ്ക്ക് കുറച്ച് ലാഗ് അടിച്ചില്ലേ എന്ന്. എവിടെ? 1.5x കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ലാഗ് തോന്നിയതേയില്ല. ഹേയ് ജസ്റ്റ് കിഡിങ്, JK. ഫിലിമിലെ ഈ JK ഡയലോഗ് മൊത്തത്തിൽ വെറുപ്പിക്കലായിരുന്നെങ്കിലും, അല്ല വെറുപ്പിക്കൽ തന്നെയായിരുന്നല്ലോ ഉദ്ദേശം. അതിൻ്റെ റോൾ ചെയ്ത ശ്യാമോഹനും കാർത്തികയായി വന്ന അഖിലയും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ബൈ ദ ബൈ കൂട്ടത്തിൽ 2 സ്പെഷ്യൽ മെൻഷൻസും ഉണ്ട്. ഓരോ ആവശ്യമില്ലാത്ത 2 ക്യാരക്ടേഴ്സ്, എന്തിനാണോ എന്തോ. പിന്നെ ഫിലിമിൽ ഇടയ്ക്കിടെ ഫേമസ് സിനിമകളിലെ സീൻസിനെ ട്രോൾ ചെയ്യുന്നതും ചില പോപ്പുലർ മീംസും യൂട്യൂബേഴ്സിൻ്റെ പെർഫോമൻസും ഒക്കെ വന്നത് പ്രേക്ഷകർക്ക് നന്നായി വർക്കൗട്ടായി. കൂട്ടത്തിൽ റീനുവിൻ്റെയും സച്ചിൻ്റെയും ക്യൂട്ട്നെസ്സും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. മലയാളം സിനിമയിൽ അത്ര പരിചയമില്ലാത്ത ഹൈദരാബാദ് പശ്ചാത്തലവും റിച്ചായ വിഷ്വൽസും സോങ്സും ഒക്കെ പ്രേക്ഷകർക്ക് ഫിലിമിനോടൊരു ഇഷ്ടമുണ്ടാക്കി. കാര്യമായി സ്ട്രെസ്സൊന്നും അടിച്ച് ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ട ഫിലിമല്ല, ചുമ്മാ റിലാക്സ് ചെയ്തിരുന്ന് കാണാമെന്നതും ഫിലിമിനൊരു പ്ലസ്സായി. എല്ലാത്തിനും പുറമെ ഒരു പുതുമയില്ലാത്ത കഥയെ കിടിലൻ മേക്കിങ്ങും ഡയറക്ഷനും കൊണ്ട് വേറെ ലെവലാക്കിയ ഡയറക്റ്റ് ബ്രില്യൻസും പറയാതെ വയ്യ. സോ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ പ്രേമലു സൂപ്പർ ഹിറ്റ് ആയത് എന്നാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തം. നിങ്ങളുടെ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുമല്ലോ. ഇനി എന്തായാലും കൂടുതൽ ലാഗ് അടിക്കാതെ പ്രേമലു പാർട്ട് 2 വരട്ടെ. സച്ചിൻ്റെയും റീനുവിൻ്റെയും ബാക്കി കഥ എന്താകുമെന്ന് അപ്പോൾ കാണാം. അതുവരേക്കും സ്റ്റോറി ടെല്ലർ സേയിങ് ബൈ ടു ഓൾ.